ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന് സമീപത്തെ തുരങ്കത്തിൽ വെച്ച് അപകടത്തിൽ ഒരു മലയാളി ഡോക്ടർ മരിച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണും. പ്രവാസികളെ സംബന്ധിച്ച് ഇത് താങ്ങാനാവാത്ത ഒരു ദുഃഖമാണ് തന്നത്. കാരണം 20 വർഷമായി ദുബായിലുള്ള സ്കിന്നർ അൽ മുസല്ല മെഡിക്കൽ സെന്ററിൽ ഇദ്ദേഹം ജോലി ചെയ്ത് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി മലയാളികൾക്ക് ഇദ്ദേഹത്തെ നേരിട്ട് അറിയുകയും ചെയ്യാം. തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശിയും ദുബായിലെ ഡോക്ടറുമായ ജോൺ മാർഷൽ എന്ന വ്യക്തിയാണ് അന്ന് മരിച്ചത്. ഉച്ചയ്ക്ക് തുരങ്കപാതയിലൂടെ സഞ്ചരിക്കവേ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിൽ നിന്ന് തീ പടർന്നാണ് ഈ മരണം സംഭവിച്ചത്. ഈ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഇപ്പോൾ വീട്ടുകാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുന്ന ആളായിരുന്നു ഡോക്ടർ. അതിനാൽ ഈ അപകടം അദ്ദേഹത്തിന്റെ ബോധം പെട്ടെന്ന് നശിച്ചതുകൊണ്ടാകാം എന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം സ്വദേശിയും ദുബായ് അൽ മുസല്ല മെഡിക്കൽ സെന്ററിലെ ഡോക്ടറുമായ ജോൺ മാർഷൽ സ്കിന്നർ എന്നയാളാണ് മരിച്ചത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് 60 വയസ്സായിരുന്നു. അദ്ദേഹം മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഇപ്പോൾ കുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഡ്രൈവിംഗിനിടെ പെട്ടെന്നുണ്ടായ ബോധക്ഷയമായിരിക്കാം മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കാരണം വളരെ ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കുന്ന ഒരാളായിരുന്നു ഈ ഡോക്ടർ. അതിനാൽ ഈ അപകടം അദ്ദേഹത്തിന്റെ ബോധം പെട്ടെന്ന് നശിച്ചതുകൊണ്ട് മാത്രമായിരിക്കാമെന്നാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ വെബ് പേജിൽ ബന്ധുക്കൾ പറയുന്നത്. പൂർണ്ണമായും കത്തിനശിച്ച വാഹനത്തിനകത്ത് കുടുങ്ങിയ നിലയിലായിരുന്നു ഡോക്ടറുടെ മൃതദേഹം. ഉടൻ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മോതിരം കണ്ടാണ് ബന്ധുക്കൾ മൃതദേഹം പോലും തിരിച്ചറിഞ്ഞത്. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുശോചനത്തിനും ബന്ധുക്കൾ നന്ദി പറയുകയും ചെയ്തു. 20 വർഷത്തിലേറെയായി ദുബായിൽ ആതുര സേവനം നടത്തി വന്ന ഡോക്ടർ ജോൺ മാർഷലിനെ എല്ലാവർക്കും അറിയാം. മാത്രമല്ല അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു. മെഡിക്കൽ സെന്ററിൽ പ്രൈം കെയർ ക്ലിനിക്കിലാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നത്. ക്ലിനിക്കിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. പിറ്റേ ദിവസമാണ് കുടുംബത്തിലെ അംഗങ്ങൾ വാഹനാപകടത്തിൽ ജോൺ മരിച്ച കാര്യം അറിഞ്ഞതും. ഭർത്താവ് തിരിച്ചെത്താതിനെ തുടർന്ന് ഭാര്യ ഡോക്ടറായ CC മാർഷൽ പലയിടങ്ങളിലായി അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് ബർദുബായ് അൽ റഫ പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. അപകട വിവരം പോലീസാണ് ഇവരെ അറിയിച്ചത്. എന്നാൽ യാതൊരു കാരണവശാലും അത് ഡോക്ടർ ജോൺ മാർഷൽ ആയിരിക്കില്ല എന്ന് ഭാര്യ വിശ്വസിച്ചില്ല. കാരണം അദ്ദേഹം അത്ര സേഫായി വാഹനം ഓടിക്കുന്ന ഒരാളായിരുന്നു. 26-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം വേൾഡ് ട്രേഡ് സെന്ററിന് സമീപം തുരങ്കപാതയിലൂടെ പോകുമ്പോഴാണ് ഇത്തരത്തിൽ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ് തീ പിടിച്ച് ഇദ്ദേഹം മരിച്ചത്. എന്തായാലും അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളം എടുക്കുന്നു. എന്നിട്ടും ജനങ്ങളുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ജനമനസ്സുകളിൽ നിന്ന് അദ്ദേഹം വേർപിരിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.